നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ 1600 രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നവംബർ മാസത്തിൽ പുതുക്കിയ പെൻഷനായ 1600 രൂപയ്ക്ക് പകരം ലഭിക്കുന്ന 2000 രൂപയും കഴിഞ്ഞ മാസം കുടിശ്ശികയുണ്ടായിരുന്ന 1600 രൂപയും കൂടി 3600 രൂപ അവർക്ക് ലഭിക്കുന്നതാണ്. ആർക്കെല്ലാമാണ് ഈ ഒരു പെൻഷൻ വർധന ഉണ്ടായിരിക്കുക? ആർക്കെല്ലാമാണ് ഈ 3600 രൂപ ലഭിക്കുക? അതുപോലെ തന്നെ ഇപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് 2000 രൂപ ലഭിക്കണമെങ്കിൽ എവിടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത്. ഒരുപാട് ആളുകൾ നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നൽകുന്നില്ല, ഞങ്ങൾ അറിഞ്ഞില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഗവൺമെൻറ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 1600 രൂപയ്ക്ക് പകരം ഇനി അങ്ങോട്ട് 2000 രൂപയാണ് ലഭിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. നവംബർ മാസം മുതൽ തന്നെ ഇത് ഔദ്യോഗികമായി തുടങ്ങുകയാണ്. നവംബർ മാസത്തിലെ പെൻഷനായ 1600 രൂപയ്ക്ക് പകരം 2000 രൂപയും കഴിഞ്ഞ മാസം കുടിശ്ശികയുണ്ടായിരുന്ന 1600 രൂപയും കൂടി 3600 രൂപയായിരിക്കും അവർക്ക് ലഭിക്കുക. അതോടുകൂടി തന്നെ പെൻഷൻ കുടിശ്ശികയെല്ലാം തീരുകയാണ്. പിന്നീട് അങ്ങോട്ട് എല്ലാ മാസവും നിങ്ങൾക്ക് 2000 രൂപ പെൻഷൻ ലഭിക്കും. എന്നാൽ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു, ഈ പെൻഷൻ വർധനയുടെ അന്ന് ഈ ഒരു പുതിയ പെൻഷൻ ലഭിക്കണമെങ്കിൽ 1600 രൂപയ്ക്ക് പകരം 2000 രൂപ ലഭിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും രൂപത്തിലുള്ള അപേക്ഷ സമർപ്പിക്കണമോ എന്നുള്ളത്. അതിന് പ്രത്യേകമായി ഒരു അപേക്ഷ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. 1600 രൂപ ലഭിക്കുന്ന സമയത്ത് സർക്കാർ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായി ചെയ്ത ആളുകൾക്ക് 2000 രൂപ ലഭിക്കുന്നതാണ്. അതിന് അവർ പ്രത്യേകമായി ഒരു അപേക്ഷ സമർപ്പിക്കുകയോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും യഥാസമിതി ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും പെൻഷൻ 2000 രൂപ ലഭിക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പെൻഷൻ മസ്റ്ററിങ്. 2 മാസങ്ങൾക്ക് മുമ്പ് പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമായിരിക്കും 2000 രൂപ പെൻഷൻ ലഭിക്കുക. അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ എല്ലാ വർഷവും നൽകേണ്ട സത്യാമൂലം, വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ ആവശ്യപ്പെട്ടിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക. അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാ വർഷവും നൽകേണ്ട സത്യാമൂലം എന്നിങ്ങനെ പല കാര്യങ്ങളും യഥാസമിതി ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും തുടർന്നും പെൻഷൻ ലഭിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് 2000 രൂപ പെൻഷൻ ലഭിക്കും. വിധവാ പെൻഷൻ, കാർഷിക പെൻഷൻ, ഡിസബിലിറ്റി പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ എന്നിങ്ങനെ പല രൂപത്തിലുള്ള പെൻഷൻ നിങ്ങൾക്ക് അപേക്ഷിക്കാം. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ പെടുന്നത് ആ കാറ്റഗറിയിലുള്ള രൂപത്തിലുള്ള പെൻഷൻ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഓൺലൈൻ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്നതിന് മുമ്പായി തന്നെ നിങ്ങൾ പെൻഷൻ അർഹതയുള്ള ആളെന്ന് ഉറപ്പുവരുത്തുക. 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, 1 ഏക്കറിന് മേലെ കാർഷിക ആവശ്യങ്ങളൊക്കെ അല്ലാതെ ഭൂമിയുള്ള ആളുകൾ, 4 ചക്ര വാഹനമുള്ള ആളുകൾ, അതുപോലെ തന്നെ വീട്ടിൽ AC മറ്റ് സൗകര്യമുള്ള ആളുകൾ എന്നിവർക്കെല്ലാം പെൻഷന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കുകയില്ല. അതെല്ലാം മറച്ചു വെച്ചാൽ നിങ്ങൾ പെൻഷൻ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങുന്ന ഓരോ പെൻഷനും പിന്നീട് തിരിച്ചടക്കേണ്ടി വരും. ഇതേ ഒരു കാര്യമാണ് നമ്മൾ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സർക്കാർ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ അതാത് സമയത്ത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നവംബർ മാസത്തിലെ പെൻഷൻ വിതരണം 20-ാം തീയതിക്ക് മുമ്പ് തന്നെ തീർക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഏതായാലും പെൻഷൻ വിതരണം 1600 രൂപ പകരം 2000 രൂപ തന്നെ ലഭിക്കുമെന്നതാണ്. അടുത്ത മാസത്തോടു കൂടി തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ എല്ലാ കാര്യങ്ങളും പൂർത്തിയാകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.